ഹലോ, യൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉള്ളിത്തണ്ട നമ്മളൊക്കെ വാങ്ങി കറി വയ്ക്കാറുള്ളതാണ്. നമ്മളിത് പലതരത്തിലും മുട്ട ചേർത്തും അല്ലാതെയൊക്കെ വയ്ക്കും. ഞാനിതിവിടെ മുട്ട ചേർത്താണ് ചെയ്യുന്നത്. നിങ്ങൾ വേറെ തരത്തിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതാ ഞാനിത് കഴുകിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. തേങ്ങ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ ഉള്ളി തണ്ടുള്ളോ അതനുസരിച്ച് തേങ്ങ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ജീരകം, ചെറിയ ജീരകം ചേർക്കണം കേട്ടോ. ചെറിയ ജീരകം ഒരു അര സ്പൂണ്, ഒരു 3/4 സ്പൂണ്, ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെറിയ ജീരകമാണ് ക്യുമിൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുളകാണ്. ഇവിടെ 2 മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഇവിടുത്തെ ചീനിയിൽ മുളക് ചെടിയിൽ നിന്ന് പറിച്ചതാണ്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മതി. ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായത് നമുക്ക് ഒരല്പം കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇത്തിരി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉണക്കമുളകൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, തേങ്ങ മുളക് കൂടി ഒതുക്കിയത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളിത്തണ്ടല്ലേ, അതുകൊണ്ട് ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഈ അരപ്പൊന്ന് ചൂടായി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അരപ്പൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ ഉള്ളിത്തണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് അല്പം ഉപ്പ് കുറച്ചിടാമുള്ളൂ. ഒരു അര സ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ബിഗിനേഴ്സിനൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ വേഗം തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അറിയാലോ, ഇത് നല്ല ഗുണം ഉള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ ഇതിന് വലിയ വേവൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തീ വളരെ കുറച്ചിടണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കാനായിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 2 എണ്ണമായാലും മതി. ഞാനിവിടെ 3 എണ്ണം എടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കൊന്ന് സെൻട്രലിൽ ഇത്തിരി ഇതുണ്ട്, ഒരു അല്പം ഭാഗം എടുത്തിട്ട് നമുക്ക് ആ 3 മുട്ട ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ മുട്ട ഒന്ന് എന്താ പറയുക, ആദ്യം ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കണം. അതിനകത്തേക്ക് വേണമെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനകത്തേക്ക് ഉപ്പിടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മുട്ട വെള്ളയും മഞ്ഞയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് പതുക്കെ തീ കുറച്ച് വയ്ക്കണം. പതുക്കെ വെന്ത് വരണം. അപ്പോൾ ഇനി ഏകദേശം അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഉള്ളിത്തണ്ടുമായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റിയായ തോരനാണ്. കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും മുട്ട ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബെല്ലേക്ക് പിടിച്ചത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. കഞ്ഞിയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ നല്ലതാണ്. വളരെ സാവകാശം വേണം ഇത് ഇളക്കിയെടുക്കാൻ കേട്ടോ. പെട്ടെന്ന് ഇളക്കിയെടുക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.